ഹായ് എവ്രി വൺ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ റേസിങ് ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 1 ഇയറോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ ആയിട്ടുള്ള മെച്യൂരിറ്റി പീരിയഡുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മണി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് നമ്മൾ റേസ് ചെയ്യുന്നത്. അപ്പോൾ മണി മാർക്കറ്റിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ മീനിങ് എന്താണ്. Money market instruments are short-term financing instruments aiming to increase the financial liquidity of business. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ടേം നേച്ചർ ആയിരിക്കും. ഷോർട്ട് ടേം ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ ഒരു ഇതിൻ്റെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫെസിലിറ്റിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ബിസിനസ്സുകളിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള എയിം വെച്ചിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. The main characteristics of these kinds of securities is that they can be converted to cash with ease. ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നമുക്ക് വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷിലോട്ട് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതാണ് ഈ ഒരു മണി മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെർബൈ പ്രിസർവിങ് ദ ക്യാഷ് റിക്വയർമെൻറ്റ്സ് ഓഫ് എൻ ഇൻവെസ്റ്റർ. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മണി മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്ററുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അവരുടെ നീഡ്സ് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബിസിനസ്സിലെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. ഇനി നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ മണി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തത് കോൾ ഓർ നോട്ടീസ് മണി, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, കൊളാറ്ററൽ ലോൺ മാർക്കറ്റ്, റീപർച്ചേസ് എഗ്രിമെൻറ്റ്. ഇതൊക്കെ എന്താ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിൽ. അപ്പം നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. എന്താണ് മണി മാർക്കറ്റിലെ ഏതൊക്കെയാണ് മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നോക്കാം. നമുക്ക് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് എസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മണി മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് കോൾ ഓർ നോട്ടീസ് മണി. കോൾ ഓർ നോട്ടീസ് മണി എന്ന് പറഞ്ഞിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. ദ കോൾ ഓർ നോട്ടീസ് ഓർ ടേം. കോൾ ഓർ നോട്ടീസ് മണി തന്നെ കോൾ മണീനെ പറയുന്ന മറ്റൊരു പേരാണ് നോട്ടീസ് മണി എന്ന്. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ടേം മണി. മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ലെൻഡിങ് ആൻഡ് ബോറോവിങ് ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് എൻറ്റിറ്റീസ് ലൈക്ക് പ്രൈമറി ഡീലേഴ്സ്. ഈ ഒരു ഈ ഒരു കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ നോട്ടീസ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോറോ ചെയ്യാനും ഫണ്ട് ലെൻഡ് ചെയ്യാനും കഴിയും, അതേപോലെ തന്നെ ബോറോ ചെയ്യാനും കഴിയും. അതെന്ത് തമ്മിലാണ്, ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് എൻറ്റിറ്റീസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് തമ്മിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ്
ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് തമ്മിലോ എന്ത് ചെയ്യാൻ പറ്റും, ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് എവിടെ ഉള്ളത്, കോൾ ഓർ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ കോൾ ഓർ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ തമ്മിലോ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് തമ്മിലോ ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് കോൾ ഓർ നോട്ടീസ് ഓർ ടേം മണി മാർക്കറ്റ്. An institution which has surplus funds may lend them on an uncollateralized basis to an institution which is short of funds. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്ക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫണ്ട് ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. കടം കൊടുക്കാനായിട്ട് ആർക്കാണോ ആവശ്യമുള്ളത് ആ ഫണ്ട് അവർക്ക് ലെൻഡ് ചെയ്യാനായിട്ട് കഴിയും വിത്ത് ആൻ അൺകൊളാറ്ററലൈസ്ഡ് സെക്യൂരിറ്റീസ്. നമുക്ക് എന്ത് ചെയ്യേണ്ട, സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ അൺകൊളാറ്ററലൈസ്ഡ് ആയിട്ട് ആ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ലെൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഷോർട്ട് ടേം ആയിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഫണ്ട് ഉള്ളത്, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉള്ളത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൾ ഓർ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ബോറോ ചെയ്യാനായിട്ട് കഴിയും. എന്ത്, അൺകൊളാറ്ററലൈസ്ഡ് ബേസിസിൽ നമുക്ക് ഫണ്ട് ബോറോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫണ്ട് ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതാണ് കോൾ ഓർ നോട്ടീസ് മണി ഓർ ടേം മണി മാർക്കറ്റ്. ഇനി കോൾ മണി മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 1 day ആണ്. കോൾ മണി മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് ഇത് നമ്മൾ കോമ്പോസിഷൻ ഓഫ് മണി മാർക്കറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൾ മണി ഓർ ടേം മണി, നോട്ടീസ് മണി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ്. അപ്പോൾ ഈ കോൾ മണീൻ്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 1 day ആണ്, 10 overnight ആണ്. നെക്സ്റ്റ് നോട്ടീസ് മണിയുടെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 2 to 40 days, 2 ദിവസം മുതൽ 14 ദിവസം വരെയാണ് നോട്ടീസ് മണിയുടെ മെച്യൂരിറ്റി പീരിയഡ്. ഇനി ടേം മണിയുടെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് മോർ ദാൻ 40 days. കോൾ ഓർ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണി ഇത് മൂന്നും സെയിം ആണ്, പക്ഷേ മെച്യൂരിറ്റി പീരിയഡ് മൂന്നിൻ്റെയും മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കോൾ മണിയുടെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 1 day ആയിരിക്കും. നോട്ടീസ് മണിയുടെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 2 to 40 days ആയിരിക്കും. ടേം മണിയുടെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് മോർ ദാൻ 40 days ആയിരിക്കും. നമുക്ക് ബാങ്കുകൾ തമ്മിലാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നത്, ലെൻഡിങ് ആൻഡ് ബോറോവിങ് നടത്തുന്നത്, ഫണ്ട് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് എൻറ്റിറ്റീസ്. ഇപ്പോൾ സപ്പോസ് നോക്കുക, ഒരു എക്സാമ്പിൾ ഡെഫിസിറ്റ് ആയിട്ടുള്ള ബാങ്കാണിത്, ഇത് സർപ്ലസ് ആയിട്ടുള്ള ബാങ്കാണ്. ഈ സർപ്ലസ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡെഫിസിറ്റ് ആയിട്ടുള്ള ബാങ്കിലേക്ക് ലെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോൾ ഓർ നോട്ടീസ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ അതാണ് കോൾ ഓർ നോട്ടീസ് മണി അല്ലെങ്കിൽ ടേം മണി മാർക്കറ്റ്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നോക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആസ് പെർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, certificate of deposit is a negotiable money market instrument and issued in a dematerialized form or as a usance promissory note against fund deposited at a bank or other eligible financial institution for a specified time period. RBIൻ്റെ ആസ് പെർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ്റെ കേസ് പ്രകാരം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇഷ്യൂഡ് ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് എന്ത് ഫോമിലാണ്, ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്. മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലല്ല, ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ്, ഓൺലൈനായിട്ട്. അങ്ങനെയാണ് ഡീമെറ്റീരിയൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓർ ആസ് എ യൂസൻസ് പ്രോമിസറി നോട്ട് എഗെയിൻസ്റ്റ് ഫണ്ട് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താ, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് യൂസൻസ് പ്രോമിസറി നോട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വർക്ക്
റിസ്ക് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു യൂസൻസ് പ്രോമിസറി നോട്ട് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസൻസ് പ്രോമിസറി നോട്ടാണ് ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരിയഡ് ഓർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരിയഡ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു സ്പെസിഫൈഡ് ടൈം പീരിയഡിനുള്ളിൽ ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനുള്ള ഫെസിലിറ്റി എടുക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രകാരം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെഗോഷ്യബിൾ, ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ്. പിന്നെ ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൻ്റെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്പെസിഫൈഡ് ടൈം പീരിയഡിൽ ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം പീരിയഡ് ഉണ്ടായിരിക്കും. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് മാർക്കറ്റബിൾ റെസിപ്റ്റ്സ് in bearer or registered form of fund deposited in a bank or other eligible financial institutions known for a specified period at a specified rate of interest. ബാങ്കിലെ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ടിൻ്റെ രജിസ്റ്റേർഡ് ഫോം ഓഫ് ഫണ്ടോ അല്ലെങ്കിൽ ബിയറർ ഫോം ഓഫ് ഫണ്ടോ ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആസ് പെർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ബാങ്കിലെ ഡെപ്പോസിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസൻസ് പ്രോമിസറി നോട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ദെൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ബിയറർ ഫോം ഓഫ് ഫണ്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫോം ഓഫ് ഫണ്ടോ ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 1 to 3 ഇയറും മിനിമം എമൗണ്ട് 1 lakh സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മെച്യൂരിറ്റി പീരിയഡിൽ വരുന്നത് 1 to 3 ഇയേഴ്സ്. ദെൻ അതിൻ്റെ മിനിമം എമൗണ്ട് നമുക്ക് കിട്ടുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആയിരിക്കാം. അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇനി ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഒന്നാമത്തെ മെറിറ്റ്സ് ഇഷ്യൂഡ് ടു ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ടിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഫേസ് വാല്യൂവിൽ പാർ വാല്യൂവിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. ദ നെക്സ്റ്റ് മെറിറ്റ് ബെറ്റർ റിട്ടേൺ ദാൻ സേവിങ് അക്കൗണ്ട്. സേവിങ് അക്കൗണ്ടിനെക്കാട്ടും നമ്മൾ സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ നമുക്ക് എവിടെ കിട്ടും? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് മെറിറ്റ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ടൈം ഡെപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ബിയറർ ഫോമോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫോമോ ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഡെപ്പോസിറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ടൈറ്റിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. വി ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. അതൊരു മെറിറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ. നെക്സ്റ്റ് മെറിറ്റ് റീപേയബിൾ ഓൺ ഫിക്സ്ഡ് ഡേറ്റ് വിത്തൗട്ട് ഗ്രേസ് ഡേയ്സ്.
നമുക്ക് ഈ ഒരു നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിക്സ്ഡ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റീപേ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഗ്രേസ് ഡേറ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ 3 മന്തിൻ്റെ ഉള്ളിൽ റീപേ ചെയ്യണം. എമൗണ്ട് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ട് 3 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ റീപേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് റീപേ ചെയ്യണം. അല്ലാതെ നമുക്ക് 3 ഇയറോ അല്ലെങ്കിൽ 4 മാസമോ അല്ലെങ്കിൽ 5 മാസം ഒന്നും നമുക്ക് കൂടുതലായിട്ടുള്ള ഗ്രേസ് ഡേയ്സ് ഒന്നും നമുക്ക് അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ അതിൻ്റെ പീരിയഡ്, 3 ഇയർ ആണെങ്കിൽ 3 മന്ത് ആണെങ്കിൽ 3 മന്ത്, 4 മന്ത് ആണെങ്കിൽ 4 മന്ത്, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് റീപേ ചെയ്തിരിക്കണം. അതും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മെറിറ്റാണ്. നമുക്ക് ഗ്രേസ് ഡേയ്സ് ഒന്നും അനുവദിക്കാതെ തന്നെ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിന് നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് കിട്ടുന്നുള്ളത് നമുക്കൊരു മെറിറ്റാണ്. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മെറിറ്റ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ നോക്കാം. മീനിങ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. Commercial paper are short-term promissory notes issued by reputed companies with a good credit standing and having sufficient tangible assets. CP, കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ഷോർട്ട് CP. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് എന്താ, ഒരു പ്രോമിസറി നോട്ട്സ് ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഈ ഒരു പ്രോമിസറി നോട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്. ആ കമ്പനീസിന് വിത്ത് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ആൻഡ് ഹാവ് എ സഫിഷ്യൻറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ആ കമ്പനി നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിക്ക് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോമിസറി നോട്ട്. ഇറ്റ്സ് ഇഷ്യൂഡ് ബൈ റെപ്യൂട്ടഡ് കമ്പനീസ് വിത്ത് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ആൻഡ് സഫിഷ്യൻറ്റ് ടാഞ്ചിബിൾ അസറ്റ്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ് ഉള്ളതും അതേപോലെ തന്നെ ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഉള്ളതുമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രോമിസറി നോട്ടാണ്. CPs are unsecured and are negotiable by endorsement and delivery. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് സെക്യൂർഡ് അല്ല, കൂടുതലും എന്താണ്, ഈ കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ് ആണ്. ആൻഡ് ആർ നെഗോഷ്യബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രോമിസറി നോട്ടാണ്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. Then CPs are normally issued by banks, public utilities, insurance and non-banking financial institutions. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ജനറലി ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്, അതിന് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമ്പനീസാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളത് പറഞ്ഞു. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ജനറലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് യൂട്ടിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഒരു കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മിനിമം മെച്യൂരിറ്റി പീരിയഡ് 7 days, മാക്സിമം മെച്യൂരിറ്റി പീരിയഡ് 1 year. ഇതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ടൈപ്സ് ആണ് നോക്കാനുള്ളത്. രണ്ട് തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പറാണുള്ളത്, ഡയറക്റ്റ് പേപ്പേഴ്സും ഡീലർ പേപ്പറും. ഡയറക്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ഇഷ്യൂഡ് ഡയറക്ട്ലി ബൈ ദ കമ്പനി ടു ദ ഇൻവെസ്റ്റേഴ്സ് വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി. എന്താണ്
ഈ ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനി ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിന്. കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ്ലി, അതായത് ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പേപ്പേഴ്സാണ് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറാണ് ഡയറക്റ്റ് പേപ്പർ. ഡയറക്റ്റ് പേപ്പറും ഉണ്ട്, ഡീലർ പേപ്പറും ഉണ്ട്. ഡയറക്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറീസിൻ്റെയും സഹായത്തോടെ അല്ലാതെ, വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി, കമ്പനി ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറാണ് ഡയറക്റ്റ് പേപ്പേഴ്സ്. രണ്ടാമത്തത് ഡീലർ പേപ്പർ. ഡീലർ പേപ്പർ നമുക്ക് ആ വേർഡ് തന്നെ മനസ്സിലായിരിക്കും. ആരുണ്ടായിരിക്കും? ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. ഡീലർ ഓർ മെർച്ചൻറ്റ് ബാങ്കർ ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയൻറ്റ് ഇഷ്യൂസ് ദീസ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതിന് ഡയറക്റ്റ് പേപ്പർ എന്ന് പറയുന്നു. കമ്പനി ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ട് കൊടുക്കാതെ ആർക്ക് കൊടുക്കുന്നത്? ഡീലേഴ്സിനോ അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനോ, ക്ലയൻറ്റിന് പകരം ഇൻവെസ്റ്റേഴ്സിന് പകരം ഡീലേഴ്സിനോ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്ന പേപ്പറാണ് ഡീലർ പേപ്പർ. ഈ ഡീലർ ഇൻ്റർമീഡിയറീസ് ആയിരിക്കും ആർക്ക് കൊടുക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ എന്തുണ്ടായിരിക്കില്ല? ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഒരു ഡീലർ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡീലർ പേപ്പർ എന്ന് പറയുമ്പോൾ ഡീലറോ അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കറോ, ക്ലയൻറ്റിന് പകരം ഡീലറോ മെർച്ചൻറ്റ് ബാങ്കറോ ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറാണ് ഡീലർ പേപ്പർ. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പറാണുള്ളത്, ഡയറക്റ്റ് പേപ്പറും ഡീലർ പേപ്പറും. ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പറിൽ റീസെൻ്റായിട്ട് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞിട്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ട്രെൻഡ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിബറലൈസ്ഡ് ദ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് CP ഫ്രം May 30, 1991. 1991 മെയ് 30 എന്ത് ചെയ്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിബറലൈസ് ചെയ്തു. Then in June 1992, the minimum working capital limit required by a company to issue CP has been reduced to 5 crore. 1992 നമ്മൾ പറഞ്ഞു ഹൈ ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ് ഉള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പറിന് 1992 ഇങ്ങനത്തെ കമ്പനി, ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 5 കോടിയായിട്ട് എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തു. 5 കോടി ഉള്ള ഏതൊരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. ദെൻ മൂന്നാമത്തത്, ദ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹാസ് സാങ്ഷൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എസ് ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ അലോയിങ് മാർക്കറ്റ് ലീഡർ ഫോർ ഇറ്റ്സ് കൊമേഴ്ഷ്യൽ പേപ്പർ. സെക്യൂരിറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ, സെയിൽ ചെയ്യാന്നുള്ള ഒരു ഇത് സാങ്ഷൻ ചെയ്തു. കൊമേഴ്ഷ്യൽ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു സാങ്ഷന് സെക്യൂരിറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സാങ്ഷൻ ചെയ്തു. അപ്പോൾ ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ കൊമേഴ്ഷ്യൽ പേപ്പറിൽ വന്നിട്ടുള്ള ട്രെൻഡ്സുകൾ. ഇനി ന്യൂ ഫോംസ്, കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ന്യൂ ഫോംസ്. പുതുതായിട്ട് നമ്മൾ 2 ടൈപ്പാന്ന് പറഞ്ഞു, ഡയറക്റ്റ് പേപ്പറും ഡീലർ പേപ്പറും. ന്യൂ ആയിട്ട് കൊമേഴ്ഷ്യൽ പേപ്പറിൽ വന്നിട്ടുള്ള ഫോംസ്. ഒന്നാമത്തത് മാസ്റ്റർ നോട്ട്. This is a new financial paper generally issued by finance companies to bank, trust departments and other permanent money market instruments. ഈ ഒരു മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസ് കമ്പനീസ് ആയിരിക്കും. ഈ ഒരു മാസ്റ്റർ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്കിനോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനോ അല്ലെങ്കിൽ അതർ പെർമനൻ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനോ ആയിരിക്കും ഈ ഒരു മാസ്റ്റർ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത് ഫിനാൻസ് കമ്പനീസ് ബാങ്ക്സിനോ ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനോ അല്ലെങ്കിൽ അതർ പെർമനൻറ്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറാണ് മാസ്റ്റർ നോട്ട്. രണ്ടാമത്തത് മീഡിയം ടേം നോട്ട്സ്. ദീസ് ആർ അൺസെക്യൂർഡ് ഒബ്ലിഗേഷൻ വിത്ത് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 9 to 10 months. ഈ ഒരു മീഡിയം ടേം നോട്ട്സ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉള്ള ഒരു നോട്ടാണ്. അതായത് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു
കൊമേഴ്ഷ്യൽ പേപ്പറാണ് ഒരു മീഡിയം ടേം നോട്ട്സ് എന്ന് പറയുന്നത്, സെക്യൂർഡ് ഒബ്ലിഗേഷൻസ് ഉള്ള പേപ്പറാണ്. ഇതിന് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 9 to 10 months, 9 മാസം മുതൽ 10 മാസം വരെയാണ് ഈ ഒരു മീഡിയം ടേം നോട്ട്സിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് മിനിമം 7 days മാക്സിമം 1 year മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നു. ഈ ഒരു മാസ്റ്റർ നോട്ടിൻ്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 9 to 10 months ആയിരിക്കും. മീഡിയം നോട്ടിൻ്റെ മെച്യൂരിറ്റി പീരിയഡ്. ദെൻ അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ദിസ് പേപ്പേഴ്സ് ഓഫേഴ്സ് ക്രെഡിറ്റ് അറ്റ് എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടു കോർപ്പറേറ്റ്. ഈ ഒരു അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ കോർപ്പറേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൈപ്പ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ ലോണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ദെൻ ഈ ഒരു അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോൺസ് ഓർ ക്രെഡിറ്റ് റിസീവബിൾ ഇൻസ്റ്റു പാക്കേജ്. ഈ ഒരു അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ടായിരിക്കും. ഓരോ പാക്കേജിലും ഡിഫറെൻറ്റ് ലോൺസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് റിസീവബിൾസ് ആയിരിക്കും ഓരോ പാക്കേജിലും ഉണ്ടായിരിക്കുക. ആ ഡിഫറെൻറ്റ് ലോൺസിനെയും ക്രെഡിറ്റ് റിസീവബിൾസിനെയൊക്കെ ഓരോ പാക്കേജ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്? അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ ന്യൂ ഫോംസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഒന്ന് മാസ്റ്റർ നോട്ട്, മീഡിയം ടേം നോട്ട്സ്, അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. മാസ്റ്റർ നോട്ട് എന്ന് പറയുമ്പോൾ ഫിനാൻസ് കമ്പനീസിന്, ബാങ്കിനോ ട്രസ്റ്റിനോ അല്ലെങ്കിൽ അതർ പെർമനൻറ്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്ന പേപ്പറാണ്, കൊമേഴ്ഷ്യൽ പേപ്പറാണ് മാസ്റ്റർ നോട്ട്. മീഡിയം ടേം നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 9 to 10 months ആണ്. ദെൻ അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റിന് ലോവർ റേറ്റ് ഇൻട്രസ്റ്റിൽ ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്ന പേപ്പറാണ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, ഇത്രയാണ് ന്യൂ ഫോംസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ നോക്കിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ കാര്യങ്ങൾ. കൊമേഴ്ഷ്യൽ പേപ്പർ നോക്കി നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ കോൾ ഓർ നോട്ടീസ് മണി നോക്കി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നോക്കി, കൊമേഴ്ഷ്യൽ പേപ്പർ നോക്കി. ഇത്രയും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, ടെറൽ മാർക്കറ്റ്, റീപർച്ചേസ് എഗ്രിമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനായിട്ട് ഉള്ളത്. ഈ ബാക്കി വരുന്ന 4 ഇൻസ്ട്രുമെൻറ്റ്സും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.